പരസ്പരം മറ്റുള്ളവരെ കരിവാരിത്തേച്ച് താഴ്ത്തിക്കെട്ടി തന്നെ ഉയർത്തി കാണുവാനായി ശ്രമിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒന്ന് ഓർക്കുക, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൻ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രധാനമായ 2 സബ്ജക്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. 2 സ്വഭാവ സവിശേഷതകൾ. ദൈവരാജ്യത്തിൽ അംഗങ്ങളായിരിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ശിഷ്യൻ്റെയും ഉള്ളിൽ ഉണ്ടാകേണ്ട 2 സ്വഭാവ സവിശേഷതകൾ. ഒന്ന്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയം താഴ്മയുള്ളതായിരിക്കണം. 2, അവൻ്റെ ഹൃദയം എപ്പോഴും എല്ലായ്പ്പോഴും ക്ഷമിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. താഴ്മയുള്ളൊരു ഹൃദയം. ദൈവരാജ്യത്തിൻ്റെ ശക്തി, ദൈവരാജ്യത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മഹിമ, ദൈവരാജ്യത്തിൻ്റെ അതിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് നമ്മളുടെ പദവികളോ നമ്മുടെ പേരോ പ്രശസ്തിയോ നാം നേടുന്ന അറിവോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നും പുറത്തേക്കൊഴുകുന്ന താഴ്മയാണ്. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് കാണുവാനുള്ള നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. യേശു പറയുന്നു, നിങ്ങളിൽ നേതാവാകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ വലിയവനാകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെയാകുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരാകുക, മറ്റുള്ളവർക്ക് ദാസന്മാരായി തീരുക. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ ദാസനായി തീരുക. അതിൽ കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു ഉദാഹരണം താൻ എടുത്ത് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. നമ്മൾ ഇത് പലപ്പോഴും ഈ വാക്യം സുവിശേഷ യോഗങ്ങൾ നടത്തുമ്പോൾ പുറകിലുള്ളൊരു ഫ്ലക്സിൽ അടിച്ചു വെക്കുന്ന ഒരു വാക്യമാണിത്. എന്നാൽ ഇത് യേശു പറഞ്ഞ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ശിഷ്യന്മാരിൽ ആരാണ് വലിയവൻ തമ്മിലൊരു നീരസമൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവ് ഇത് പറയുന്നത്. ഞാൻ വന്നത് നിങ്ങളുടെ മുമ്പാകെ വലിയവനായി എന്നെ കാണിക്കുവാനല്ല, മറിച്ച് നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവൻ മറുവിലയായി നൽകുവാൻ വന്നതാണ്. അതുപോലെ നാമും മറ്റുള്ളവരെ കരുതണം. അതുപോലെ നാമും മറ്റുള്ളവരുടെ മുമ്പാകെ താഴ്മയുള്ളവരായിരിക്കണം. ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള അതേ മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. അതേ പ്രിയ ദൈവത്തിലെ പരസ്പരം വലിയവനാകുവാൻ, പരസ്പരം മറ്റുള്ളവരെ കരിവാരിത്തേച്ച് താഴ്ത്തിക്കെട്ടി തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തി കാണുവാനായി ശ്രമിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒന്ന് ഓർക്കുക, അത് സ്വർഗരാജ്യത്തിൽ അംഗങ്ങളായ ഒരാളുടെ സ്വഭാവമല്ല. മറിച്ച് നാം അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി ക്രിസ്തുയേശുവിൻ്റെ ഈ താഴ്മ നമ്മുടെ ഉള്ളിലുണ്ടായി അത് പുറത്തേക്ക് ഒഴുകുവാൻ, മറ്റുള്ളവരെ കരുതുവാനായി നമ്മൾക്ക് ഇടയാകട്ടെ. ആ ഒരു താഴ്മയുടെ മനോഭാവം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഒരു വലിയൊരു അപകടം കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ചയായി മാറും. ഇടർച്ചയായി മാറുന്ന മനുഷ്യന് കർത്താവായ യേശു പറയുന്ന അയ്യോ അവൻ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെന്നല്ല പറയുന്നത്. യേശു പറയുന്നു, അവന് അയ്യോ കഷ്ടം. അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ആ കഷ്ടങ്ങൾ, നാം ചിന്തിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ ഒരു കാരണം നമ്മുടെ ഉള്ളിൽ ഈ താഴ്മ ഇല്ലാത്തതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അധികം ജാഗ്രതയോടെ കരുതുക. 2, കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറായി കൊള്ളുക. അതെ, നമ്മോട് കർത്താവായ യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്ഷമ സ്വീകരിപ്പാൻ നമ്മൾ ഒരിക്കലും യോഗ്യരല്ല, എങ്കിലും കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. അതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായി തയ്യാറാകുക. എത്ര ക്ഷമിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്, നിങ്ങൾ 7 വട്ടമല്ല 70 വട്ടം നിങ്ങൾ ക്ഷമിക്കുവേ. അതെ പ്രിയ ദൈവത്തിലെ ദൈവരാജ്യത്തിൻ്റെ ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ സുഗന്ധം എന്ന് പറയുന്നത്
നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശുശ്രൂഷകളല്ല, മറ്റുള്ളവർ എത്രത്തോളം ആൾക്കാർ വിടുവിക്കപ്പെടുന്നു എന്നുള്ളതല്ല. ഒക്കെ അതെല്ലാം നടക്കട്ടെ, അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന താഴ്മയും ക്ഷമിക്കുവാനുള്ള നമ്മളുടെ മനസ്സുമാണ്. അതാണ് നമ്മുടെ ക്രിസ്തു ശിഷ്യന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ആ 2 സ്വഭാവ സവിശേഷതകളാണ്. കർത്താവ് താഴ്മയുള്ളവനായി ഭൂമിയിലേക്ക് വന്ന് നമ്മോട് ക്ഷമിച്ചതുപോലെ താഴ്മയുള്ളവരായി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവർക്ക് ഇടർച്ചയാകാതെ ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ സന്ദേശത്തിൽ നിന്ന് നിർത്തുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.